ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സാമ്പാറിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ കാരം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചക്കറി അരിഞ്ഞതിൻ്റെ മുന്നേ തന്നെ പരിപ്പ് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ചോറ് വെന്ത അടുപ്പത്ത് നല്ല തീ ഉണ്ടേനു, അപ്പോൾ മൺകടത്തിൽ വെച്ചേക്കാണ്. അപ്പോൾ അത് ആ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ പരിപ്പ് വെക്കുമ്പോൾ കുറച്ചധികം വെള്ളത്തിൽ തന്നെ വെക്കണം കേട്ടോ. പച്ചക്കറിയൊക്കെ അതിൽ മുങ്ങിക്കിടന്ന് വേവാൻ പാകത്തിനുള്ള വെള്ളം വേണം വെച്ചെടുക്കാൻ. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ അതിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തേക്കണ്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമുക്കതിലേക്കുള്ള മല്ലി മുളകൊന്ന് വറുത്തെടുക്കണം. അതിനെന്താ ഒരു ചട്ടി അടുപ്പിൽ വെച്ചുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി അതൊന്ന് വറുത്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മല്ലി മുളകും വറുത്തതും കൂടെ അത് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമുക്ക് അതിലേക്ക് വെണ്ടയ്ക്കയും വല്യുള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിന് ഇതാ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്താണ്. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തേക്കണ്. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കയും വല്യുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്താണ് ഒന്ന് വറുത്തെടുക്കുക. വെണ്ടയ്ക്കയും വല്യുള്ളിയും വറുത്തിട്ടാൽ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അങ്ങനെ വല്ലുള്ളിയും വെണ്ടയ്ക്കും വറുത്തതവിടെ മാറ്റി വെച്ച് കൊടുത്തേക്കണ്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തേക്കണ്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഞാൻ നാളികേരത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കണ്, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തേക്കണ് കേട്ടോ. പിന്നെ കുറച്ച് ഉഴുന്നും ഉലുവയും കൂടെ ഇട്ട് കൊടുത്തേക്കണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നാളികേരമൊക്കെ നന്നായിട്ട് വറുത്തെടുത്തുന്നു കേട്ടോ. ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പച്ചക്കറി ഏകദേശം ഹാഫ് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കും വല്ലുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ മുഴുവനായിട്ട് വെന്ത് കിട്ടിയിരിക്കണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ വെള്ളത്തിലിട്ട് വെച്ചാൽ പുളി പിഴിഞ്ഞെടുത്തതിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കായിട്ട് നമ്മൾ നാളികേരം അവിടെ അരച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അരച്ച് വെച്ച നാളികേരം കൂടെ അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കറിയൊക്കെ അവിടെ റെഡി ആയിക്കണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്താണ് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തേക്കണ്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കൽ മുളകും കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ അഭിപ്രായം പറയോണ്ടിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.